ഹായ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ് എൻ്റെ കല്യാണം. അതെ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിനക്ക് ഒരു കാര്യം പറയായിരിക്കുമായിരുന്നു. ആ തങ്കപ്പൻ ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? അതൊന്നും ശരിയാവില്ല പപ്പേട്ടാ. അതെന്താ ശരിയാവത്തെ? കാണാൻ പറ്റും എൻ്റെ ഫേസിലെ ടെൻഷനുണ്ട്. ഞാൻ ഒട്ടും ചിരിച്ചിട്ടല്ല വരുന്നത്. ഞാൻ പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ അത്രത്തോളം ടെൻഷനിലാണല്ലോ ഇറങ്ങിയതെന്നുള്ളത്. ഞാൻ ആഗ്രഹിച്ചിരുന്നതും അല്ലെങ്കിൽ ആലോചിച്ച് വെച്ചിരുന്നതും കുറച്ച് പ്ലസൻ്റ് ആയിട്ട് പോവാന്നൊക്കെ ആയിരുന്നു, പക്ഷെ പറ്റിയില്ല. നവാസേ, ആ ആലോചന എങ്ങനെ? പിന്നല്ല, ദേ നല്ല കൊച്ച, രണ്ടാങ്ങളമാരും കൂടി ഒരു പെങ്ങള്. ജാതകം നോക്കിയപ്പോഴേ 10-ൽ 8 പൊരുത്താന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെയാണല്ലോ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ടെൻഷനാണ് നമ്മുടെ ഫേസിൽ വന്നത്. അപ്പം ഞങ്ങൾ മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു വണ്ടി ബസ് ഞങ്ങൾ നേരത്തെ വിട്ടായിരുന്നു. കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരായി. ഇത് വൈശാഖ മാമന്റെ എന്നെ കൊല്ലും. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ നിങ്ങക്ക് ഒരാളെ കാണിച്ചു തരാം. ഞാൻ വിളിച്ചപ്പോൾ ഗോകുൽജി, ഹായ്. നിങ്ങള് ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഞാൻ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം സാഹചര്യങ്ങളുടെ എനിക്ക് അതിലൊരു കാര്യം പറയാനുണ്ട്. ഇവൻ അന്നൊരു ദിവസം ഇല്ലേ കാറിലൊരു പാട്ട് ഇട്ടു. അപ്പം നീയൻ വെണ്ണില കാതിൽ തേൻ മഴ അത് ഇട്ടപ്പോ ഞാൻ ക്രിഞ്ചൻ ഞാൻ ക്രിഞ്ച് മാറ്റലാന്ന് പറഞ്ഞ നോമല്ല. ഇന്നലെ കല്യാണത്തിന് ഇരിക്കും നമ്മള്. പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടന്നാണ്. അതാണ് ജീവിതം. അതെന്തോ ജീവിതം മനസ്സിലായി, അതാണ് ജീവിതം. സാഹചര്യം നിനക്ക് മനസ്സിലാവാനുള്ള പ്രായമായില്ല, മനസ്സിലായോ? വരെ ഗേൾഫ്രണ്ട് ഉണ്ട്. ഞാൻ ഇറക്കൂടെ. അണ്ണാ നിങ്ങൾ പറ, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ പിന്നിലുള്ള ഗൂഢമായ ലക്ഷ്യമാണ്. ഗൂഢമായ ലക്ഷ്യോ? അതെ, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരു കൂടെ ഒരാള്. അതിന് നമ്മളെ 2 മാസം കൂടെ എന്റെ ഞാൻ പറയുന്നില്ല, ഉദ്ദേശം വേറെ. 2 മാസം മുന്നേ തന്നെയല്ലേ പറഞ്ഞു. അതെ അതെ അതെ. പിന്നെ സ്വീകരണത്തിനെത്തുന്നു. ഒരാൾ കല്യാണം കഴിക്കുന്ന ലോക പൊത്തയാണ് അവന്റെ വീഡിയോ, അതിനെക്കാട്ടി വലിയ പൊത്തയാണ്. നമ്മളെ വിഷയത്തിലേക്ക് വാ. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഒറ്റയ്ക്ക് ഒരാള് കൊണ്ടുവരണം എന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഇത്രയും വയസ്സായിട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും കല്യാണം കഴിക്കുന്നത്. ഞാൻ ദിവസം ഒരു ചെറിയ റൊമാൻറ്റിക് പാട്ട് ഇട്ടപ്പോ എന്നെ ക്രിഞ്ച് ഞാൻ പറഞ്ഞു പുഷ്പൻ പറയാൻ 2 മാസം മുന്നേ ഇപ്പൊ കല്യാണം. പക്ഷെ അറിയോ, ചില വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് എത്തിപ്പെട്ടത്. പക്ഷെ ഇത് നമുക്ക് ആ പെണ്ണിന്റെ അടുത്തും കൂടെ ചോദിക്കാം കേട്ടോ. സംസാരിച്ചു നോക്കിയപ്പം നമുക്ക് ഈ കാര്യങ്ങൾ സത്യമാണോ ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം. വേറെ എന്തെങ്കിലും പറയാം. പുള്ളി പോട്ട ഇല്ല പറ്റില്ല. പെണ്ണ് ആക്ച്വലി വന്നിട്ടുണ്ട്, നമ്മള് കാണിച്ചു തരാം. ഇതോ പെണ്ണ് വന്നു. ചേച്ചി അവർ അഭിനയിക്കുകയാണ്. ഈ സൈഡിൽ നിങ്ങൾ ക്യാമറ. ഫസ്റ്റ് ലുക്ക്. പയ്യന്റെ മുണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ വേണ്ട. നടന്നു വന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കോർഡിനേറ്റ് ഒന്ന് ഭയങ്കര ഹർബറി ആയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് താലപ്പൊലി പോകണു, അതിന് ഈ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ടെൻഷനായിരുന്നു. ആക്ച്വലി കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുമോ, കറക്റ്റ് ടൈമിങ്ങിന് പാട്ട് വരുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പിന്നെ ഗോകുലിനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതേ ഇല്ല. ഇടയ്ക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ കുട്ടികളായിരുന്നു, കുട്ടികളുടെ ഫ്രണ്ടിൽ താലപ്പൊലിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ഫോക്കസ് കിട്ടിയില്ലായിരുന്നു ഗോകുലിനെ. പക്ഷെ ഞാൻ എപ്പോഴോ കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഗോകുലിനെ ജസ്റ്റ് കണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല കണ്ടപ്പോൾ എന്തായിരുന്നു, അങ്ങനെ കംപ്ലീറ്റ് ടെൻഷനായിരുന്നു. പിന്നെ ആരെയും പ്രത്യേകിച്ച് കണ്ടില്ല. ആ ടൈമിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച സാധനം നന്നായിട്ട് കളിച്ച് തീർക്കണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതലും. ബാക്കി ഈ പറഞ്ഞ പോലെ ഗ്രൂമിനെ കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കര വാവ് ഫീലിംഗ് അതൊന്നും ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരി എന്നെ കംപ്ലീറ്റ്ലി ഞെട്ടിച്ചു. അതായത് പുള്ളിക്കാരി വന്ന് ഇവര് ജസ്റ്റ് ബാക്കിൽ അവരുടെ കസിൻസ് നിന്ന് ഫ്രണ്ട് ഡാൻസേഴ്സ് വന്നു. ഇവർ ഈ ഡാൻസ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഇവള് ഡാൻസ് ചെയ്യുമായിരുന്നു. അതായത് ഇവരുടെ കൂടെ സിങ്ക് ചെയ്ത് ഫുള്ള് ഡാൻസ് ചെയ്താണ് നമ്മൾ സ്റ്റേജ് വരെ വന്നത്. അപ്പോൾ ശരിക്കും പിന്നെ അത് അത്യാവശ്യം കുറച്ച് ലെങ്തും ഉണ്ട്, പിന്നെ കുറച്ച് ടൈമും അവൾ ഡാൻസ് ചെയ്തു. ഇവൾ എങ്ങനെ ഇത്രയും ഓർണമെന്റ്സും ഈ സാരിയും ഇതെല്ലാം ഇട്ടിട്ട് ഇത്രയും നേരം ഡാൻസ് ചെയ്ത് വന്നു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയമാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു അപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരും എന്നെ നോക്കുന്നില്ല, എല്ലാവരുടെയും വ്യൂ അവളിലേക്കായി. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. പക്ഷേ ഭയങ്കര രസമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഫുൾ അവളായിരുന്നു. അവളുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ കണ്ണിലിങ്ങനെ ഉണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ നോക്കുന്ന നമ്മളെ മാത്രമല്ല, നമ്മളെ നോക്കി ഒരു 10,000-2000 പേര് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരെല്ലാം നമ്മളെ നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം അവരെല്ലാം ബാധിക്കും. പിന്നെ ഈ മുഹൂർത്തത്തിൻ്റെ പ്രശ്നം, രാഘൂറിൻ്റെ പ്രശ്നം, അപ്പോൾ ഇതെല്ലാം നമ്മളെ തീരുമാനങ്ങളും നമ്മുടെ രീതികളും അനുസരിച്ചിട്ടാണ് അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമ്മൾ അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. പക്ഷേ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ മാരേജ് ഒരു 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഉള്ളൊരു കാര്യമല്ല. ഒരു ലോങ് ലൈഫ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ 2 ഇൻഡിവിജ്വൽസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടി വരും. 2 ഫാമിലീസിന് അത് എപ്പോഴായാലും, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 2 ഫാമിലീസിൻ്റെയും സന്തോഷത്തോടെയും സമ്മതത്തോടെയും നടത്തുന്ന കല്യാണങ്ങളാണ് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക സന്തോഷം നൽകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും അറേഞ്ച് മാരേജ് കഴിയുന്നവരൊന്നും ഡിവോഴ്സ് ആകുന്നില്ലേ? ഡിവോഴ്സ് ആകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലവ് മാരേജ് ചെയ്യുന്നവരും ഡിവോഴ്സ് ആകുന്നുണ്ട്. അപ്പം അതല്ല അതിൻ്റെ ഒരു ഫാക്ടർ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും. കറക്റ്റ് ആണ് നമ്മൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അതർവൈസ് അത് അത്ര നല്ല സക്സസ്ഫുൾ ആവണം എന്നില്ല. അപ്പം റൈറ്റ് പേഴ്സണെ നമുക്ക് കിട്ടുക, റൈറ്റ് പേഴ്സണെ നമ്മൾ ചൂസ് ചെയ്യുക. അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് എന്താ ഭാഗ്യം, ദൈവാനുഗ്രഹം, അങ്ങനെയൊക്കെ ഒരു സംഭവം, ലക്ക്, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കതൊരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എപ്പോഴും എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി വിളിക്കാൻ പറ്റുന്ന നമ്മുടെ ബ്ലഡ് റിലേഷന് തന്നെയാണ്. അവർക്കേ അഫെക്ഷൻ ഉണ്ടാവത്തുള്ളൂ. അത് ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഏത് ഏജിലാണെങ്കിലും ഇപ്പോൾ അറേഞ്ച് മാരേജോ ലവ് മാരേജോ അതിൽ സക്സസ് ആവുന്നത് നമ്മൾ പേഴ്സണൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വഭാവം അനുസരിച്ചിരിക്കും അവരവരുടെ ലൈഫ്, അവരവരുടെ മാരീഡ് ലൈഫ്. അതിൽ അറേഞ്ച് ലവ് എന്നുള്ള ഇതൊന്നുമില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? നല്ലത് തോന്നി. ഉടനെ നിന്റെ കാണോ? എത്ര വർഷം എടുക്കും? എത്ര സമയം വേണം നിനക്ക്? നിന്റെ ബോയ് ഫ്രണ്ട് അത്ര കാലം വെയിറ്റ് ചെയ്യും? അറിയട്ടെ, എല്ലാരും അറിയട്ടെ, എല്ലാരും അറിയട്ടെ, എല്ലാരും കാര്യങ്ങൾ അറിയട്ടെ. നമ്മളത് വിശ്വസിക്കണം അല്ലേ? വിശ്വസിച്ചു എല്ലാരും. നന്ദു നീ വിശ്വസിച്ചല്ലോ. പിന്നെ മെസ്സി കിടിലെന്ന് പറയണമെങ്കിൽ റൊണാൾഡോ പറയണം. മെസ്സി കിടിലം, റൊണാൾഡോ കിടിലം, രണ്ടുപേരും കിടിലം. ഏറ്റവും കിടില ആരാണ്? മെസ്സി. മെസ്സി. പെപ്സി. പെപ്സി മര്യാദക്ക് പറയണ. മെസ്സി കിടിലം. ആരെ കാട്ടി? റൊണാൾഡോയെ കാട്ടി. ഒന്നുകൂടെ പറ. മെസ്സി കിടിലം. ഞങ്ങളെ നോക്കി പറ.
നീ സന്തോഷത്തോടെ പറ, സത്യം അക്സെപ്റ്റ് ചെയ്യും. ബെസ്റ്റ് കിടില. കിട്ടില്ല. പറയൂ, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സദ്യയായിരുന്നു. ഇല്ല, സദ്യയെ പറ്റി എനിക്കൊരു കാര്യം നല്ല സദ്യയായിരുന്നു. പണ്ട് നമ്മളെ കൂടെ ആവശ്യമില്ലാത്ത ആളുകളുടെ കല്യാണത്തിന് പോയി കഴിക്കുന്നതായിരുന്നു ഇങ്ങനെ മെയിൻ പരിപാടി. ഇന്ന് സ്വന്തമായിട്ട് കല്യാണമൊക്കെ വന്ന് എന്ത് തോന്നുന്നു? എന്താണ് ഇതിനെ പറ്റി? അത് വേറെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? വളരെ ശരിയാണ്. ശരിക്കും നമുക്ക് മറ്റു വേറെ പറഞ്ഞതുപോലെ വേറെ ആൾക്കാരെ വിളിക്കാത്ത കല്യാണത്തിൽ പോയി നമ്മൾ കഴിക്കുമ്പോഴേ എന്നെ കൊണ്ടു നമുക്ക് വരുമ്പോ നമ്മൾ ആദ്യം നോക്കുന്നത് പക്ഷെ ഇന്ന് എനിക്ക് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബാക്കി എല്ലാരും ഇവൻ സഹിതം പോയി കഴിച്ചിട്ടും എനിക്ക് ഞാൻ കഴിക്കാൻ കഴിച്ചൊന്നുമില്ല. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വ്യത്യസ്തത. പിന്നെ ഫുഡിന്റെ ടേസ്റ്റ് വ്യത്യാസം, നല്ലതായിരുന്നു കേട്ടോ, ഫുഡിന്റെ ടേസ്റ്റ് വ്യത്യാസം ഇല്ലായിരുന്നു. അതെ, എല്ലാം കഴിക്കാൻ പറ്റിയ മറ്റേത് നക്കിയാണ് പോണം. that's right. ഇന്ന് കഴിക്കാൻ പറ്റും. ടെൻഷൻ ഇവൻ നക്കി പോകും, പക്ഷെ എനിക്കത് പറ്റിയില്ല. അതാ അതെ അതെ അതെ. ഇവനും വേറൊരു നക്കി. വേറെ എന്തെങ്കിലും? വേറെ അടുത്ത അജിന്റെ കല്യാണമാണ്, നിങ്ങളെല്ലാം വരണം. നോട്ട് ദ പോയിന്റ്. എല്ലാരും വരണം. നിങ്ങൾ ഇത് ആലോചിക്കണം. അന്ന് ഇങ്ങനെ പറഞ്ഞ എന്താണ്, ചിലപ്പോ വിളിക്കാൻ സമയം കിട്ടത്തില്ല, പോലീസ് പിടിച്ചിട്ടൊക്കെ പെട്ടെന്നൊരു രജിസ്ട്രേഷൻ മാരേജ് ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ കല്യാണം കഴിക്കും. ഓക്കെ ഓക്കെ, എല്ലാരും ഹാപ്പി ആണല്ലോ. പിന്നെ അജിന് എനിക്ക് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് തരാന്നൊക്കെയാണ്. അതെ അതെ, ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അല്ല ഞങ്ങൾ അതെല്ലാം പക്കയാണ്. ഇനി അങ്ങോട്ട് പോവുക, അറിയാലോ ഞാൻ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് റിസപ്ഷൻ ഓക്കെ ഓക്കെ. നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ടും കസിനുമാണ് ചേച്ചി. അപ്പം പുള്ളിക്കാരിയാണ് നമ്മുടെ ഗാഥ ചേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത്. എന്റേത് മൽഹാർ കൗച്ചർ വെള്ളായണിയിലാണ്. അപ്പൊ ഡു കോണ്ടാക്ട്. ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഇട്ടേക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും? ബൈ ബൈ. കാറിൽ കയറാൻ നേരവും ഈ അങ്ങനെ സാധാരണ പെൺപിള്ളേർക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം, വിഷമം, അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷമം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. കാരണം നമ്മളിപ്പം അത്ര ദൂരമൊന്നും അല്ലല്ലോ. ഡെയിലി ഞാൻ ട്രിവാൻഡ്രം വന്നിട്ടാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റ്സ് നമുക്ക് എപ്പം വേണമെങ്കിലും പോകണം എന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റുന്ന ദൂരമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ സങ്കടം, ഈ വിട്ടു പിരിയാണ്, അങ്ങനത്തെ സങ്കടമൊന്നും സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ തോന്നിയില്ല. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 സാരിയൊക്കെ മാറ്റാനുള്ളത് കൊണ്ട് ഫസ്റ്റ് സാരിയിൽ കുറച്ച് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ സെക്കൻഡ് സാരി വന്നു, ഫുഡ് കഴിച്ചു, അതിൽ 2 ഫോട്ടോ എടുത്തു, അതിന് തേർഡ് സാരി എടുത്തു. എല്ലാവരുമായിട്ടുള്ള ഫാമിലി സിംഗിൾ ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഗ്രൂപ്പായിട്ട് എൻ്റെ ഫാമിലിയും ഗൂഗിളിൻ്റെ ഫാമിലിയും കംപ്ലീറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ എടുത്തു. പെട്ടെന്നൊരു വൈബിൽ ഇങ്ങനെ വന്നു. അതും സ്പീഡായിരുന്നു, കാരണം നമുക്ക് ഇത്ര ദൂരം വരാനുണ്ടല്ലോ. ടൈം 3:30 കഴിഞ്ഞ് 4:30 അങ്ങോട്ട് കയറണം, അതായിരുന്നു മുഹൂർത്തം. അപ്പം സ്പീഡിൽ വന്നതുകൊണ്ട് അങ്ങനെ എനിക്കൊരു വിഷമമോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ഒരു പക്ഷെ അയ്യോ അച്ഛനെ അമ്മയെ വിട്ടു പോകണം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സങ്കടം വരുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല ആ സമയത്ത്. ഞാൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ് ഇറങ്ങി. അങ്ങനെ ഞാൻ കരഞ്ഞൊന്നുമില്ല. അമ്മയ്ക്കും അച്ഛനൊക്കെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. ബ്രദറും ഓക്കെ ആയിരുന്നു. അങ്ങനെ വലിയ, കാരണം നമ്മൾ പിറ്റേ ദിവസം കാണുമല്ലോ, നമ്മൾ കുറേ ദിവസം കാണില്ല, അങ്ങ് കാണാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സങ്കടം വന്നേനെ. പക്ഷെ അതല്ലാത്തത് കൊണ്ട് അങ്ങനെ സങ്കടമൊന്നും തോന്നിയില്ല. വൈബടിച്ചിങ്ങ് വന്നു. നമുക്ക് നന്നായി ജീവിക്കണം, നന്നായിട്ട് ഒരുമിച്ചൊരു ലോങ് ലൈഫ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ നമുക്കത് പറ്റും. അത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം, അതിപ്പോൾ അറേഞ്ച് ആയാലും ലവ് മാരേജ് ആയിരുന്നാലും എങ്ങനെ കണ്ടുമുട്ടിയിരുന്നാലും എത്ര കാലം എടുത്ത് സ്നേഹിച്ചവരാണെങ്കിലും എങ്ങനെ ആയിരുന്നാലും സക്സസ്ഫുൾ ആവില്ല. നമുക്ക് മനസ്സിലൊരു എയിം വേണം. ഓക്കെ, നമുക്കിത് 1-2 ദിവസത്തെ പരിപാടിയല്ല, നമുക്കിതൊരു നമ്മുടെ ലൈഫിൻ്റെ ഉള്ള കാലം വരെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളാണ്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന ആ ഒരു റിയലൈസേഷനാണ് നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ ആദ്യം വേണ്ടത്. ആരും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. അതൊരിക്കലും നല്ലൊരു കാര്യവുമല്ല, അതൊട്ടും സക്സസ്ഫുൾ ആവില്ല. നമുക്ക് സ്വയം ഒരു കൂട്ട് വേണം. നമ്മുടെ പാരൻസിന് ശേഷം, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പാരൻസ് ഉണ്ടാവില്ല, അതിന് ശേഷം നമുക്കൊരാൾ വേണം. നമുക്കെന്തും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ ഓപ്പണായിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. വളരെ ജെന്യുവനായിട്ട് നമ്മളോട് ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് വേണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം, നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു റൈറ്റ് പേഴ്സണെ കിട്ടും. അപ്പം റൈറ്റ് പേഴ്സണെ കിട്ടുന്നതിലാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ സ്വഭാവവും
നമുക്കിതൊരു ലോങ് റണ്ണാണ്, ഒരുപാട് കാലം ജീവിക്കേണ്ടതാണെന്നുള്ള റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് എനിക്ക് മാരേജിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം. ചേട്ടൻ വരണ ഒറ്റയ്ക്ക് നടന്ന ഞങ്ങളുടെ ഗോകുൽ ചേട്ടനെ എന്തിനാ സ്വന്തമാക്കിയത്? എന്തിന്? അതെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇന്നലെ വരെ നമ്മള് സദ്യ കഴിക്കാൻ പോയത് വേറെ ആളുകളുടെ ഒരുമിച്ച്, മനസ്സിലായി. ഇനി നമുക്കത് പറ്റത്തില്ല. കാരണം അതെ, പക്ഷെ സത്യം പറഞ്ഞാൽ ഗോകുലാണ് കല്യാണത്തിന് ആദ്യം എസ് പറഞ്ഞത് വേണം, അല്ലാതെ ഞാനല്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാ അതാണ് ഗോകുലാണ്. അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഇന്ന് വലിയ സ്ക്രീനിൽ വായിച്ചില്ല. അപ്പൊ നീ വായിച്ചല്ല, അപ്പൊ നീ അതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നീ മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ മതി. എന്നാലും എനിക്ക് കണ്ട അങ്ങനെ ഇരുന്ന് പതറുന്നുണ്ട. കാര്യം പറ. എന്തോ ഇഷ്ടപ്പെട്ടു. മോഹൻലാല് പറയുന്ന പോലെ എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി കണ്ടപ്പോൾ അയ്യോ മനസ്സിലരാതി കളവാടി കണ്ടപ്പോ കണ്ണു ഉടക്കി ചെറുക്കട